18-ാം ശ്ലോകം വരെ ഈ പുരാണത്തിൻ്റെ മാഹാത്മ്യവും സൃഷ്ടിയുടെ ആമുഖവുമാണ് നാം പഠിച്ചത്. 19-ാം ശ്ലോകത്തിൽ സൂത പൗരാണികൻ ഈ ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ ഘടനയെക്കുറിച്ചും അതിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അതായത് ഖണ്ഡങ്ങളെക്കുറിച്ചും വിവരിക്കാൻ തുടങ്ങുന്നു. 19-ാം ശ്ലോകം പുരാണഘടന, ഖണ്ഡങ്ങൾ. ബ്രഹ്മവൈവർത്ത പുരാണം ഏതൊക്കെ ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ശ്ലോകം: ബ്രഹ്മഖണ്ഡം പ്രഥമം ച ദ്വിതീയം പ്രകൃതിസ്മൃതം ഗണേശഖണ്ഡം ച തൃതീയം ചതുർത്ഥം കൃഷ്ണജന്മ ച. പദാനുപദ അർത്ഥം: ബ്രഹ്മഖണ്ഡം സൃഷ്ടിയെക്കുറിച്ചുള്ള ഭാഗം. പ്രഥമം ഒന്നാമത്തേത്, ദ്വിതീയം രണ്ടാമത്തേത്, പ്രകൃതി സ്മൃതം പ്രകൃതിഖണ്ഡം എന്ന് അറിയപ്പെടുന്നത്, ഓർമ്മിക്കപ്പെടുന്നത്. ഗണേശഖണ്ഡം തൃതീയം മൂന്നാമത്തേത്, ചതുർത്ഥം നാലാമത്തേത്, ശ്രീകൃഷ്ണ ജന്മഖണ്ഡം. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഈ പുരാണത്തിൽ ഒന്നാമത്തേത് ബ്രഹ്മഖണ്ഡവും രണ്ടാമത്തേത് പ്രകൃതിഖണ്ഡവും മൂന്നാമത്തേത് ഗണേശഖണ്ഡവും നാലാമത്തേത് ശ്രീകൃഷ്ണ ജന്മഖണ്ഡവുമാകുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ ഈ 4 ഖണ്ഡങ്ങൾ പ്രപഞ്ചത്തിൻ്റെയും ഭക്തിയുടെയും 4 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മഖണ്ഡം ഇത് കാരണഘട്ടമാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടി നടത്തി എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഖണ്ഡമാണ്. പ്രകൃതിഖണ്ഡം ഇത് ശക്തിഘട്ടമാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ എന്നീ പഞ്ചപ്രകൃതികളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ചാലക ശക്തിയെക്കുറിച്ചും ഇവിടെ വിവരിക്കുന്നു. ഗണേശഖണ്ഡം വിഘ്നങ്ങളെ നീക്കുന്ന ഗണപതിയുടെ കഥകളിലൂടെ കർമ്മപദത്തിലെ തടസ്സങ്ങളെങ്ങനെ മാറ്റാമെന്ന് പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ജന്മഖണ്ഡം ഇതാണ് പുരാണത്തിൻ്റെ ലക്ഷ്യം അഥവാ ഫലഘട്ടം. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളും രാധാകൃഷ്ണ പ്രേമത്തിൻ്റെ ഗഹനമായ തത്വങ്ങളും ഇതിൽ വിവരിക്കപ്പെടുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, ഏതൊരു വലിയ വിദ്യയും പഠിക്കുമ്പോൾ അതിൻ്റെ ഘടന അതായത് സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. ഒരു വീടിൻ്റെ അടിത്തറ പോലെയാണ് ബ്രഹ്മഖണ്ഡം. അതിന്മേലാണ് പ്രകൃതിയും ഗണേശനും കൃഷ്ണനും എന്ന മനോഹരമായ കൊട്ടാരം പണിതിരിക്കുന്നത്. ഈ ക്രമം നമ്മെ പഠിപ്പിക്കുന്നത് ഭൗതികമായ ലോകത്തെ മനസ്സിലാക്കിയ ശേഷം അതായത് സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ക്രമേണ ഭക്തിയുടെ ഉന്നത തലങ്ങളിലേക്ക് ഉയരണം എന്നാണ്. ഇതോടെ 1-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ആമുഖ ഭാഗങ്ങൾ നാം പഠിച്ചു. ഇനി 20-ാം ശ്ലോകത്തിൽ ഈ 4 ഘട്ടങ്ങളിലായി ആകെ എത്ര ശ്ലോകങ്ങളുണ്ട് എന്ന കണക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.